നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്. നമ്മൾ ഈ കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇ ഡി ഇപ്പോൾ മൗനം പാലിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇ ഡി ഈ നമ്മുടെ ഈ മാസപ്പടി കേസിലൊരു ബ്രേക്ക് എടുത്തത്. അതിന് പല കാരണങ്ങൾ ആലോചിച്ചു. എന്താണ് ഇ ഡിക്ക് പറ്റിയത്? അപ്പോൾ അവർ മനഃപൂർവ്വം എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ്, സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, നമ്മൾ ലാവലിൻ മുതൽ നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ ആരെയും പ്രതിയാക്കണമെന്നോ അറസ്റ്റ് ചെയ്യണമെന്നൊന്നുമല്ല, ആ കേസിന്റെ കേസായിട്ട് മുന്നോട്ട് പറയണം. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത്. നമ്മുടെ ഈ ആശങ്ക, ഈ സംശയത്തിന്റെ ഉത്തരവും അതിനകത്ത് തന്നെ ഉണ്ട്, അല്ലേ? ഇപ്പോൾ ഏറ്റവും പുതിയ വരുന്നത് 2024 ഏപ്രിലിൽ ഈ ഇ ഡി മാസപ്പടി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയപ്പോൾ ശശിധരൻ കർത്തയെ അങ്ങോട്ട് ചെന്ന് സന്ദർശിച്ചെടുത്ത മൊഴി. അതിൽ കർത്ത തുടക്കത്തിലെ തന്നെ പറയുന്നുണ്ട്, എക്സാലോജിക്ക് ഒരു സേവനവും നൽകിയിട്ടില്ല. പിന്നെ 2016-21 മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ പരിചയം കൊണ്ടാണ് ഈ കരാർ നൽകിയത്. വളരെ നിർണായകമായ ഒരു മൊഴിയാണ് അന്ന് കൊടുത്തത്. കാരണം അതിൽ തുടങ്ങുന്നു എല്ലാം. ഇത് പുറത്തു വരാനുണ്ടായ ഒരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ആദ്യം പറയാം. 2024 ഏപ്രിലിൽ ഇ ഡി ഈ കേസ് രജിസ്റ്റർ ചെയ്ത്, ശരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തും. നമ്മൾ സാധാരണ ലോക്കൽ പോലീസ് FIR ഇട്ട് അന്വേഷിക്കുന്ന പോലെ അല്ല. ഇപ്പോൾ ഇ ഡിക്ക് ഇതിൽ കഴമ്പുണ്ടോ, ഇതിനകത്ത് പ്രഥമ ദൃഷ്ടിയാ തെളിവുണ്ടോ, ഇതൊക്കെ വേണം. ഉണ്ടെങ്കിലേ അവർ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുള്ളൂ. ഇപ്പം നാളെ ഞാൻ വിളിച്ച് ഇ ഡിയുടെ അടുത്ത് രഹസ്യമായിട്ട് പറയണം, നമ്മുടെ ഭാരത് ലൈവിലെ രാജേഷിന് കള്ളപ്പണ ഇടപാടുണ്ടെന്ന് പറഞ്ഞാൽ അവർ ഓടി വന്ന് അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. അവർ നോക്കും, അവർക്ക് അതിൻ്റെ പ്രാഥമിക തെളിവുകളൊക്കെ കിട്ടണം, എങ്കിലേ അവർ അന്വേഷിക്കുകയുള്ളൂ. അങ്ങനെ പ്രാഥമിക തെളിവുകൾ ശേഖരിച്ച് ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ അന്ന് ശശിധരൻ കർത്ത കൊടുത്ത മൊഴിയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ മൊഴി എന്താണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ആ മൊഴി, ഈ പറയത്തക്ക സേവനമൊന്നും എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് CMRLന് ലഭിച്ചിട്ടില്ല. പറയുന്നത് CMRLൻ്റെ MD ആണ്. ഇനി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പം കൊണ്ടാണ് ഇത് ഞങ്ങൾ കൊടുത്തത്, ഈ കരാറ് കൊടുത്തതും പണം കൊടുത്തതും ഒക്കെ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഞങ്ങൾക്ക് ചില വഴിവിട്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നു, അതിന് പകരം ഞങ്ങളിതാ അദ്ദേഹത്തിൻ്റെ മകളുടെ കമ്പനിക്ക് ഈ പണം, സേവനമൊന്നും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ കൊടുക്കുകയാണ്. വളരെ കൃത്യമായ, ഈ പകൽ വെളിച്ചത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയല്ലേ അത് അഴിമതിയാണെന്നുള്ള കാര്യം. വഴിവിട്ട് ഉള്ള കാര്യമല്ലേ ചെയ്തിരിക്കുന്നു. ഇത് പറയുന്നത് ആരാ? ചെയ്ത ആള് തന്നെയാണ് സമ്മതിക്കുന്നത്. ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങൾക്ക് അടുപ്പമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ കൃത്യമായിട്ട് അന്വേഷണം പിണറായിയിലേക്ക് ചെല്ലും എന്ന് തന്നെയാണ്. ഇതുകൊണ്ടാണ് 2024 തൊട്ട് ഇ ഡി ഇതും കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോരോരോ കരുക്കളായിട്ട് നീക്കി കൊണ്ടുവരികയാണ്. വളരെ കൃത്യമാണ്, ലക്ഷ്യം പിണറായി വിജയനാണ്. കാരണം പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ടുള്ള ചെയ്തികൾ ആണ് ഇവിടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് പിണറായി വിജയൻ കുറ്റവാളിയാണോ, അഴിമതി നടത്തിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഈ തന്നിരിക്കുന്ന മൊഴി, ഈ ഇ ഡിക്ക് ശശിധരൻ കർത്ത കൊടുത്തിരിക്കുന്ന മൊഴി പിണറായി വിജയന് 100% എതിരാണ്. ഇനി പിണറായിയെ കുരുക്കാൻ ഇതിനേക്കാളും നല്ലൊരു നമുക്ക് അതിന് ശ്രീ പിണറായി വിജയൻ അന്ന് മുഖ്യമന്ത്രി ഒന്നാം LDF സർക്കാരിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ ഒന്നുകിൽ ചില കർത്തയ്ക്ക് ചെയ്തു കൊടുത്ത, അല്ലെങ്കിൽ കർത്തയുടെ CMRLനോ അനുബന്ധ കമ്പനികൾക്ക് ചെയ്തു കൊടുത്ത ചില വഴിവിട്ട സഹായങ്ങൾക്കുള്ള പ്രതിപകരമാകാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കർത്തയുമായുള്ള അടുത്തൊരു അടുപ്പം വച്ചിട്ട് കർത്തയോട് തൻ്റെ അധികാര പദവി ദുർവിനിയോഗം ചെയ്ത് അങ്ങോട്ട് ആവശ്യപ്പെട്ട് കാണും, എൻ്റെ മകളുടെ കമ്പനിക്ക് ഒരു കരാർ കൊടുക്കണം. അല്ല രാജേഷ്, ഞാനൊരു കാര്യം ചോദിക്കാം. ഈ രണ്ട് പോകുമ്പോഴും ഞാൻ അതെല്ലാം സമ്മതിച്ചു. അതിനൊക്കെ അതിൻ്റേതായ പ്രാധാന്യം, അതിൻ്റേതായ ഗൗരവമുണ്ട് ഇതിനകത്ത്. എൻ്റെ ചോദ്യം ഇത്രയാണ്. നമ്മൾ ശരിയാണ്, ചെറിയ സഹായങ്ങളൊക്കെ നമ്മൾ മനുഷ്യരാണ്, എല്ലാവർക്കും ചെയ്യും. ഒരു പുതിയ കമ്പനി വരുന്നു, അപ്പോൾ അതിനെ സഹായിക്കാം. പ്രത്യേകിച്ചും ഒരു മുഖ്യമന്ത്രിയുടെ മകളാണ്, അതുകൊണ്ട് നമുക്ക് അവർക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞൊരു കമ്പനി ന്യായമായിട്ട് സഹായങ്ങൾ ചെയ്യും. പക്ഷേ വഴിവിട്ട് ഭീമമായ സഹായം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനകത്ത് പിന്നെ മാസം ഏതാണ്ട് 8 ലക്ഷം രൂപ വെച്ച് 3 വർഷമാണ്, 36 മാസമാണ് വാങ്ങിച്ചിരിക്കുന്നത്. 2017 തുടങ്ങി 2019-20 കാലം വരെ ഇത് തുടർന്നു എന്നുള്ളതാണ്
എങ്ങനെയാണിത് മാസപ്പടി എന്നുള്ള പ്രയോഗം പോലും വന്നത്? മാസം തോറും വീണ 5 ലക്ഷവും എക്സാലോജിക്ക് 3 ലക്ഷവും വെച്ച് 8 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് CMRL നിന്ന്. ഈ CMRL എന്താ, കറവ പശുവാണോ ഇങ്ങനെ കറന്നെടുക്കാൻ? അപ്പോൾ അതിനകത്ത് എന്തോ ഒരു ഈ ഇത്രയും തുക കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാൾ വലിയ പ്രയോജനം CMRLന് കിട്ടിയിട്ടുണ്ടാകും. അത് ഉന്നത പദവിയിലിരിക്കുന്ന ഒരാളിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളിന്റെ കമ്പനിയിലേക്കാണ് ഈ പണം പോയത്. 8 ലക്ഷം പെർ മന്ത് എന്ന് പറയുമ്പോൾ 8 ലക്ഷത്തിന് തുല്യമായ ആ മൂല്യത്തിനുള്ള ഒരു സഹായം ഇപ്പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് കൃത്യമായ സഹായം എല്ലാ മാസവും തുടരുന്നു. ഇനി വരുന്നു HDFC ബാങ്കിന്റെ ലോക്കറൊക്കെ തുറന്ന് പരിശോധിച്ചല്ലോ. എന്നിട്ട് വീണയുടെ അക്കൗണ്ടിൽ കിടന്ന പണം എല്ലാം പിന്നെ ED മരവിപ്പിച്ചിട്ടുണ്ട്. അതിൽ വാർത്ത പുറത്ത് വരുന്നത് 16.5 കോടി രൂപ എന്നോ മറ്റോ ആണ് വാർത്ത പുറത്ത് വരുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കുറച്ചുകൂടെ ആഴത്തിൽ ചെന്ന് പരിശോധിച്ചാൽ വേറെയും ചില കാര്യങ്ങളുണ്ട്. അതിൽ ഈ HDFCയിലെ വീണയുടെ അക്കൗണ്ടിൽ കിടന്നത് പിന്നെ ഒരു ചെറിയ തുകയാണ്, ഏതാണ്ട് 1,37,000 രൂപയോ എന്തോ മറ്റോ ആണ്. സ്ഥിര നിക്ഷേപമായി. അതിൽ കൂടുതൽ മറ്റൊരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതും വീണയുടെ തന്നെ കമ്പനിയാണെന്നാണ് പറയുന്നത്. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ ലിമിറ്റഡ്. അങ്ങനൊരു 15 ലക്ഷം രൂപ, 15 അല്ല 15 കോടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് ടോട്ടൽ അല്ല എത്രയാണെങ്കിലും ഈ ലക്ഷവും കോടി 12 പ്രതികളുടെ 29 കോടി രൂപ മരവിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ കാര്യമല്ല. അതിനകത്ത് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കാണ് വലിയ തുകകൾ കിടക്കുന്നത്. ഈ വീണയുടേത് തുക എത്ര തന്നെ ആവട്ടെ, നമ്മൾ തുകയിലല്ല വിഷയം. പക്ഷേ അതിനകത്ത് ഈ വീണയുടേത് ഒരു 16 ലക്ഷവും പിന്നെ ഒരു 15 ലക്ഷവും, അതാണ് ഈ ലേക്കർ എന്ന ലേക്കർ 15 ലക്ഷം എന്താണ് എന്റെ അറിവിൽ അതിലുണ്ടായിരുന്നത്. ഇരിക്കട്ടെ, പിന്നെ വേറൊരു എക്സാലോജിക്കിന്റെ ഒരു അക്കൗണ്ട് 27,000 രൂപ എന്തോ. 27,000 രൂപ. അതും ഈ 3 കാരണം അത് 2019 അത് വൈൻഡപ്പ് ചെയ്തു. നഷ്ടത്തിലാണ്. ഈ 3 അക്കൗണ്ടുകളും ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല ശശിധരൻ കർത്ത കൊടുത്ത മൊഴിയിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഈ എക്സാലോജിക്കിന് എംപവർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ് ഇവർക്കൊരു ഫിനാൻസിങ് സ്ഥാപനം ഉണ്ടല്ലോ, അതിൽ നിന്നും ഞാൻ പണം കടം കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം 2024 തന്നെ വായ്പ കൊടുത്തിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ED കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ വീണയുടെ ലോക്കർ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. അതിനെക്കുറിച്ചുള്ള അക്കൗണ്ടിൽ കിടക്കുന്ന പണത്തെക്കുറിച്ചൊക്കെയുള്ള വിവരം ലഭിക്കുന്നത്. എന്തായാലും അത് ഇപ്പോൾ ED മരവിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ അവർ കാര്യങ്ങൾ ക്ലിയറാണ്. ഈ ED തുടക്കം തൊട്ട് നമ്മളൊക്കെ എന്താ പറഞ്ഞിരുന്നത്, ED പിന്നെ ഈ പിണറായി വിജയനെ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്ന് പാർട്ടിക്കാർ ആരോപിക്കുമ്പോൾ ഇവിടുത്തെ ചർച്ചകളെല്ലാം രണ്ട് വശവും പറയണമല്ലോ. ശരിയാണ്, ഒരു മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് അവർക്ക് ബിസിനസ് നടത്താൻ പാടില്ലേ, അവർക്ക് ഒരു കമ്പനി നടത്താൻ പാടില്ലേ? അങ്ങനെ ന്യായമല്ലേ ആ ചോദ്യമല്ല. പക്ഷേ ഇപ്പോൾ കാര്യം ക്ലിയറായി. മൊഴി, അതായത് CMRLന്റെ MD തന്നെ മൊഴി കൊടുത്തിരിക്കണം. അതായത് 1-ാം പ്രതി എന്തോ ആണ് ഈ കേസ്. 2 വർഷം മുമ്പേ അതിന് 2 വർഷം മുമ്പ് കൊടുത്ത ആ പ്രാഥമിക മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. വളരെ കൃത്യമായിട്ട് വീണയും പിണറായി വിജയനും CMRLുമായിട്ടുള്ള ഒരു ഇല്ലീഗൽ റിലേഷൻ വളരെ ക്ലിയറായിട്ട് വെളിപ്പെടുന്ന മൊഴി CMRLന്റെ MD തന്നെ കൊടുത്തിരിക്കും. ഈ വാർത്ത കാരണം ED ഇത്രയും കാലം, ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞില്ല, ED എന്തിനെ ഇങ്ങനെ ബ്രേക്ക് എടുത്തിരിക്കുന്നു എന്നുള്ള സംശയം ഇവിടെ അതിന് ഉത്തരം കൊണ്ട്. അതായത് ഈ റിപ്പോർട്ട് ഈ 2024 അടക്കമുള്ള സംഗ്രഹം, മരവിപ്പിച്ച അടക്കം ഈ 12 പ്രതികളുടെയും 29 കോടി രൂപ അടക്കം മരവിപ്പിച്ച റിപ്പോർട്ടാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ED ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതായത് ആ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ EDയുടെ നീക്കം എന്താണെന്ന് മനസ്സിലായോ? ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ്. ഈ CMRLൻ്റെത് അടക്കം വീണയുടേത് അടക്കം. അത് മാത്രമല്ല, തീരുമാനങ്ങൾ, അതായത് ഈ PMLA കേസ് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, ഇതിൻ്റെ എല്ലാം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്കാണ് ഇത് പോകുന്നത്, അല്ല നേരെ കോടതിയിലേക്കല്ല. അതെ. അപ്പോൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ ഒരു ക്വാസി ജുഡീഷ്യൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് വെച്ചാൽ നമ്മളത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സെമി ജുഡീഷ്യൽ പവറാണ്, പവറുള്ള ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥരാണ്. അതായത്
നമ്മുടെ ADM എന്നൊക്കെ പറയുന്നത് പോലെ ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പോലെ സാമ്പത്തിക ഇടപാടുകളിൽ കളക്ടർക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിക്കാൻ കളക്ടർക്കാണല്ലോ അധികാരമുള്ളത്. അതുപോലെ ഈ സ്വത്തുക്കൾ മരവിപ്പിക്കാനും കണ്ടുകെട്ടാനും ഇത് ജപ്തി ചെയ്യാനും ഉള്ള അധികാരം ഈ ഉദ്യോഗസ്ഥനിൽ അല്ലെങ്കിൽ ഈ അതോറിറ്റിയിൽ നിക്ഷിപ്തമാണ്. അവർ തീരുമാനിച്ചാൽ പിന്നെ അത് ഹൈക്കോടതിയിലെ ചോദ്യം ചെയ്യാം. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വീണയുടെ അടക്കം പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, വീണയുടെ കണ്ണൂരിലെ സ്ഥാവരജംഗമ വസ്തുക്കളെല്ലാം എടുത്തു, തൈക്കണ്ടിയിലെയും പിന്നെ തിരുവനന്തപുരത്തെയുമുള്ള ഭൂമി ഫ്ലാറ്റുകൾ, ആസ്തികൾ, ഇതെല്ലാം കൃത്യമായി, മാത്രമല്ല വാഹനങ്ങളുടെ കണക്കെല്ലാം എടുത്തിട്ടുണ്ട്. അതിപ്പോ ഇതൊന്നും വാർത്തകളിൽ അധികം വരുന്നില്ല അങ്ങനെയൊക്കെയാണെന്ന്. പക്ഷെ വളരെ കൃത്യമായിട്ട് ഈ കയ്യിലുള്ള സ്വർണത്തിന്റെ അളവ്, അതുപോലെ ഭൂമിയുടെ അളവ്, അതുപോലെ വാഹനങ്ങളുടെ എണ്ണം, ഇതെല്ലാം എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് വരും. അത് ഇഡിക്ക് കണ്ടുകെട്ടാവുന്നതാണ്, ജപ്തി ചെയ്യാവുന്നതാണ്. ഇത് ഒരു ക്രിമിനൽ കേസ് പിന്നീടാണ്. ഇതിൽ എന്തെങ്കിലും കള്ളപ്പണത്തിന് അറസ്റ്റ് ഒക്കെ ബാക്കി അതൊക്കെ പിന്നീടാണ്. ഇപ്പോൾ ഈ അഡ്ജുഡിക്കേറ്റിംഗ് ആദ്യം വരുന്നത് ആദ്യം അവര് അക്കൗണ്ട് മരവിപ്പിക്കുക, അതെ, ഈ പറയുന്നത് പോലെ വസ്തുവകകൾ ജപ്തി ചെയ്യുക, കണ്ടുകെട്ടുക, പിന്നെ അത് അറസ്റ്റിലേക്ക് പോകും. പിന്നെ ഇപ്പോൾ പാസ്പോർട്ടൊക്കെ നിലവിൽ വീണയുടെ പാസ്പോർട്ട് വീണയുടെ കൈവശമായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ ED അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പാസ്പോർട്ടെല്ലാം വാങ്ങി വയ്ക്കും. കാരണം വിദേശത്തേക്ക് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി. ED എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി തീരുമാനമെടുക്കേണ്ടത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി, എന്നിട്ടാണ് ഇത് കോടതിയിലേക്ക് പോകുന്നത്. അതെ, പിന്നെ PMLA കോടതിയിലേക്ക് പിന്നീടാണ് ഇത് പോകുക. കാരണം ഇതൊരു സാമ്പത്തിക വിഷയം. PMLA വകുപ്പ് ചുമത്തി വേറെ ഈ കേസ് തന്നെ SFIOയും മറ്റും റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് EDയുടെ അന്വേഷണം പോകുന്നത് ഈ രീതിയിലായിരിക്കും. അത് ഈ പറഞ്ഞതുപോലെ ഈ വസ്തുക്കളെല്ലാം കണ്ടുകെട്ടി ജപ്തിയൊക്കെ ചെയ്ത് അത് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ED അറസ്റ്റിലേക്ക് കടക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഈ ജപ്തി എപ്പോഴുണ്ടാകും, അതിനെ സംബന്ധിക്കുന്ന അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ തീരുമാനം എപ്പോൾ വരും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ കേസിൽ പിണറായി വിജയനെ പ്രതി ചേർക്കുമോ എന്നുള്ളതാണ്. അതിനുള്ള സാധ്യത ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞിരിക്കുകയാണ്. ഒരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാൻ കഴിയും, അന്വേഷണം പിണറായിയിലേക്ക് നീളും. കാരണം അത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ പരാമർശത്തിൽ, അവരുടെ തീരുമാനത്തിൽ ആ ഉത്തരവിൽ ഉണ്ടാകും. എന്താണ് അന്ന് മുഖ്യമന്ത്രി മാത്രമല്ല, ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ കുടുംബം, അവരെ സഹായിച്ചിരിക്കുന്ന മറ്റു ചില വ്യക്തികളൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും ഇതിനകത്ത് പെടും. ഇത് EDയുടെ അന്വേഷണം അങ്ങനെയാണ്. നമ്മളത് പലപ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. റോബർട്ട് വാദ്രയൊക്കെ കിടന്ന് വെള്ളം കുടിക്കുകയാണ്, തീർച്ചയായിട്ടും അല്ലേ? അതിപ്പോൾ ആരും ഇതുപോലെ നമ്മൾ മാധ്യമങ്ങളെ ചർച്ച ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡൽഹിയിലെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നാഷണൽ ഹെറാൾഡ് കേസ് അതിൽ ED കേസ് എടുത്തിട്ടുണ്ട്. ഇടക്കിടക്ക് ഇരുവരിഞ്ഞെന്ന് മൊഴി കൊടുക്കാറുണ്ട്. അല്ല, അതിനകത്തും ഇതാണ് പ്രശ്നം. ഈ PMLA ആക്റ്റാണ് അവിടുത്തെ വിഷയം. കള്ളപ്പണം വെളുപ്പിച്ചിരിക്കുന്നു. അതായത് ഓഹരികൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിട്ട് കൂടുതൽ വിലയ്ക്ക് വിറ്റിരിക്കുകയാണ്. ഈ കൂടുതൽ വിലയ്ക്ക് വിറ്റ പണം എവിടെ? ഇതാണ് ചോദ്യം. അതുപോലെ അതല്ല നമ്മുടെ വിഷയം. അതുപോലെ വേറൊരു വിഷയമാണ്. ഇവിടെ LDF ഭരണത്തിലിരുന്നപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനെതിരെ EDയെ കൊണ്ട് എടുപ്പിക്കാൻ നോക്കിയത്. പക്ഷെ നടന്നില്ല. കാരണം പുനർജനി കേസ്. അതെ, അത് വിദേശത്ത് നിന്നും VD സതീശൻ പണം സമാഹരിച്ച് ഇവിടെ കൊണ്ടുവന്നു, ഒന്നും ചെയ്തില്ല. വീട് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ തെളിവുകൾ വേണം. അതിനൊക്കെ ഈ പറയുന്നത് പോലെയാണ്, പ്രഥമ ദൃഷ്ടിയ കഴമ്പ് വേണം, പ്രാഥമിക തെളിവുകൾ വേണം. അപ്പോൾ സതീശൻ പണം സമാഹരിച്ചു, ഇവിടെ എത്തിച്ചു എന്നുള്ളതിന് തെളിവുണ്ട്. ആ പണം അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്ത് ശരിയാണെങ്കിൽ ഈ വീട് വെക്കാൻ വേണ്ടിയിട്ട്, പാവങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് പലരും ദാനം ചെയ്ത ഭൂമിയാണ്. അതിൽ വയൽ ഭൂമിയുണ്ട്, കരഭൂമിയുണ്ട്, നിലവുമുണ്ട്. അപ്പോൾ ഈ നിലം നികത്തി അവിടെ വീട് വെക്കാൻ ഉള്ള ചില തടസ്സങ്ങൾ വന്നു. ആ തടസ്സങ്ങൾ വന്നപ്പോഴാണ് ഇത് വൈകിയത്. ഇത് ഒരർത്ഥത്തിൽ അത് സ്തംഭിച്ചു പോയി. അത് അവിടെ ഒരു ഇനി ക്യാബിനറ്റിന്റെ ഒറ്റ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്കത് ചെയ്യാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് ഈ പുനർജനിയുടെ പണം ഇവിടെ കൊണ്ടുവന്ന് കള്ളപ്പണം വെളുപ്പിക്കലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പരാതി ആർക്കും പറയാം. അതിനകത്ത് കഴമ്പുണ്ടെങ്കിലല്ലേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അതിനകത്ത് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കേണ്ടത് തന്നെ. അത് VD സതീശൻ ചെയ്താലും പിണറായി വിജയൻ ചെയ്താലും രാജീവ് ചന്ദ്രശേഖർ ചെയ്താലും അതിനകത്തൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. തെറ്റാര് ചെയ്തിട്ടുണ്ടോ അവർ തീർച്ചയായിട്ടും നിയമ നടപടികൾക്ക് വിധേയമാകണം. ഇവിടെ കാര്യം വളരെ വ്യക്തമാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്,
വീണ തായ്ക്കണ്ടിയുടെ സ്വത്തുക്കൾ ഏത് നിമിഷവും കണ്ടുകെട്ടാം, അറസ്റ്റിലേക്ക് പോകാം. രണ്ടാമത്തെ കാര്യം, അന്വേഷണം പിണറായി വിജയനിലേക്ക് നീളുന്നു. പിണറായി വിജയനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ, ED നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത കുറെ കൂടി തെളിഞ്ഞിരിക്കുന്നു.